ഇന്ത്യ ഓവലിൽ വലിയ വിജയം നേടിയിരിക്കുന്നു. മിന്നുന്ന വിജയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ മിന്നുന്ന വിജയം നേടിയിരിക്കുന്നു. ഓവലിൽ ഇന്ത്യക്ക് സുപ്രധാനമായ വിജയം നേടിയിരിക്കുന്നു. ഇന്ത്യ വിജയാഘോഷത്തിൻ്റെ ആരവത്തിലാണ്. ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ഇതാ 6 റൺസിൻ്റെ അത്യാഹ്ലാദകരമായിട്ടുള്ള വിജയം നേടിയിരിക്കുന്ന നിമിഷമാണ് ഇത്. ഓവലിൽ ഇന്ത്യക്ക് തിളക്കമേറിയ ഒരു വിജയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഈ നിമിഷം ഓവലിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ആവേശത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ആരവം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെ 6 റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഓവലിൽ ഇന്ത്യൻ ടീമിൻ്റെ വലിയ വിജയം ആവേശകരമായ ഒരു മത്സരമായിട്ട് മാറിയ ആ മത്സരം ഏറ്റവും ഒടുവിൽ ഏകദിന ക്രിക്കറ്റിനെ, T20 ക്രിക്കറ്റിനെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് വിജയം ആർക്കായിരിക്കും എന്നുള്ള ഉത്കണ്ഠയിലൂടെ കടന്നുപോയി. ഇപ്പോൾ ഇതാ ഇന്ത്യ 6 റൺസിൻ്റെ വിജയം നേടിയിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള കായിക പ്രേമികളെ സംബന്ധിച്ചിട്ട്, ക്രിക്കറ്റിനെ പ്രേമിക്കുന്നവരെ സംബന്ധിച്ചിട്ട്, ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിട്ട്, ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും സുപ്രധാനമായ ജയം. ഓവൽ ടെസ്റ്റിൽ ഇന്ത്യക്ക് വലിയ ജയം. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ എറിഞ്ഞിട്ടിരിക്കുന്നു. ഇന്ത്യ 6 റൺസിനാണ് ഇന്ത്യയുടെ ജയം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന, അഭിമാന പ്രശ്നമായി കാത്തിരുന്ന പരമ്പര സമനിലയിലാക്കുക എന്നുള്ള ആ ലക്ഷ്യം നിറവേറ്റാൻ കഴിഞ്ഞു. അങ്ങനെ ഇംഗ്ലണ്ടിനെ എറിഞ്ഞിടുക, അതിൽ വലിയ ആവേശം കാണിച്ച്, വലിയ ചോരത്തിളപ്പ് കാണിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിനെ ഏകദിന ക്രിക്കറ്റാക്കിയും T20 ക്രിക്കറ്റാക്കിയും അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഗിയർ മാറ്റിപ്പിടിച്ചും ചില സന്ദർഭങ്ങളിൽ ക്ലാസിക് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ രീതിയിൽ എല്ലാ റിയർ വ്യൂകളിലൂടെയും പിന്നിലെ ഗ്ലാസുകളിലൂടെയും നോക്കിക്കൊണ്ട് കരുതലോടുകൂടി വാഹനം ഓടിക്കുന്ന, വളരെ പതുക്കെ വണ്ടി ഓടിച്ചാലും കരുതലോടുകൂടി പോകണം, ഈ വണ്ടി ഇടിക്കാനോ മറിയാനോ പാടില്ല എന്ന രീതിയിൽ ഓടിക്കുകയും, എന്നാൽ ചില സമയത്ത് വലിയ മത്സരങ്ങളിൽ എന്ന പോലെ ഗിയർ ചേഞ്ച് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരേ സമയം ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ക്ലാസിക് ശൈലിയിലൂടെയും അതേസമയം ഏകദിന ക്രിക്കറ്റിൻ്റെ ശൈലിയിലൂടെയും അതേസമയം T20 ക്രിക്കറ്റിൻ്റെ ശൈലിയിലൂടെയും കളി മാറ്റിപ്പിടിച്ച് 6 റൺസിൻ്റെ വിജയം എറിഞ്ഞിട്ട് നേടിയ മുഹമ്മദ് സിറാജ് 5 വിക്കറ്റ് നേടിയ ഈ മത്സരം ഇന്ത്യക്ക് അത്യാഹ്ലാദകരമായ ഒരു മിന്നും ജയം നൽകിയിരിക്കുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര സമനിലയിൽ പൂർത്തിയായിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഈ ടെസ്റ്റ് പരമ്പരയിൽ പങ്കെടുത്ത എല്ലാ ടീം അംഗങ്ങൾക്കും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വരാൻ കഴിയും. പ്രത്യേകിച്ചും ഓവൽ എന്ന് പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായിട്ടാണ് കരുതപ്പെടുന്നത്. അവിടെ നിന്ന് ഇംഗ്ലണ്ടിനോട് ഈ ഒരു പുതിയ ടീം, വലിയ രീതിയിലുള്ള അനുഭവ സമ്പത്തുകൾ ഇല്ലാത്തവർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ടീം ഇതാ വലിയ വിജയം നേടിക്കൊണ്ട് അവസാനത്തെ മത്സരം തങ്ങളുടെ കൈപ്പിടിയിലും ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ടുവരുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര സമനിലയിൽ കലാശിച്ചിരിക്കുന്നു. ഇംഗ്ലണ്ടിനെ ഇന്ത്യ എറിഞ്ഞിട്ടിരിക്കുന്നു. KC ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നു ഈ വിജയത്തിൻ്റെ ആഹ്ലാദം. KC. തീർച്ചയായും വളരെ ആവേശകരമായ മത്സരം തന്നെയാണ്. അവസാന ഓവറുകളിലേക്ക് ആവേശം അലതല്ലിയ മത്സരത്തിൽ വളരെ ആവേശകരമായി തന്നെ ഇന്ത്യൻ ബൗളർമാർ ഇംഗ്ലണ്ടിനെ പിടിച്ചുകെട്ടി എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രസിദ്ധ് കൃഷ്ണയുടെയും അതോടൊപ്പം തന്നെ മുഹമ്മദ് സിറാജിൻ്റെയും ബൗളിംഗ് തന്നെയാണ്. സിറാജ് 5 വിക്കറ്റും അതോടൊപ്പം തന്നെ പ്രസിദ്ധ് കൃഷ്ണ 4 വിക്കറ്റും നേടി. കുന്തമുന, അതായത് ബൗളിങ്ങിൽ വളരെ കുന്തമുന എന്ന് പറയാം എന്ന രീതിയിൽ തന്നെ ഇംഗ്ലണ്ടിൻ്റെ മുൻനിരയെല്ലാം തന്നെ തകർക്കുന്ന രീതിയിലായിരുന്നു ഈ ഇരുവരുടെയും ബൗളിംഗ് പ്രകടനം എന്ന് പറയേണ്ടത്. ഒന്നാം ഇന്നിംഗ്സിലും ഈ 2 ബൗളർമാർ സിറാജും പ്രസിദ്ധ് കൃഷ്ണയുമാണ് ഈ രീതിയിൽ മികച്ച ബൗളിംഗ് കാഴ്ചവെച്ചത്. എന്തായാലും വളരെ ആവേശകരമായ മത്സരം തന്നെയാണ് ഉണ്ടായതെന്നതാണ് കാണേണ്ടത്. എന്തായാലും ഈ രണ്ട് താരങ്ങൾ, ഈ ബൗളിംഗ് താരങ്ങളും എറിഞ്ഞതെന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ എന്ന സൂപ്പർ താരത്തിന്റെ അഭാവത്തിലാണ് ഈ 2 താരങ്ങളും കളിച്ചതെന്നതും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇന്ത്യയെ സംബന്ധിച്ചുണ്ടായിരുന്നു. ജസ്പ്രീത് ബുംറയുടെ അഭാവം, അതോടൊപ്പം തന്നെ ഋഷഭ് പന്ത് ഇല്ലായിരുന്നു. അവസാന ടെസ്റ്റിൽ ആ രീതിയിൽ വലിയൊരു തിരിച്ചടി ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്നതാണ് പറയേണ്ടത്. അവിടെയാണ് ഇന്ത്യ വലിയൊരു വിജയം നേടിയതെന്നതാണ് പറയേണ്ടത്. ആദ്യ ഇന്നിംഗ്സിൽ കരുൺ നായർക്ക് മാത്രമാണ് ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. പക്ഷേ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ നിരയിൽ യശസ്വി ജയ്സ്വാളിന് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നാലെ
മറ്റാർക്കും വലിയൊരു രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ബാറ്റിംഗ് നിര അമ്പാടെ പരാജയപ്പെട്ട ആ മത്സരത്തിൽ ബൗളിംഗ് നിര എറിഞ്ഞു വീഴ്ത്തി എന്നത് തന്നെയാണ് ഈ മത്സരത്തിന്റെ അല്ലെങ്കിൽ ഈ വിജയത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും അഭിമാന പ്രശ്നമെന്ന് തന്നെ പറയേണ്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ടെസ്റ്റ് ജയങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ വലിയ രീതിയിൽ തന്നെ ഒരു മോശം പ്രകടനം എന്ന രീതിയിൽ തന്നെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ ഈ കോച്ച് ഗൗതം ഗംഭീറിനടക്കം അഭിമാന പ്രശ്നമായിരുന്നു ഈ ടെസ്റ്റ് സമനിലയിൽ പിടിക്കുക എന്നത് തന്നെ. കെ സി ഉണ്ണികൃഷ്ണൻ ഈ അഭിമാന പ്രശ്നത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്നലെ ഏകദേശം ഇതേ സമയത്ത് വാർത്ത വായനയ്ക്കുള്ള ഒരു ഇടവേളയിൽ ഞാൻ പുറത്തിറങ്ങി നമ്മളുടെ ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ കടയിലെ ഇതര സംസ്ഥാന തൊഴിലാളി അവിടെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നതിനിടയിൽ തന്നെ അവിടെ ഇരുന്നു കൊണ്ട് മൊബൈൽ ഫോണിൽ അതിൻ്റെ ശബ്ദരേഖ വെച്ചിട്ടുണ്ടായിരുന്നു. തത്സമയം അതിൻ്റെ ശബ്ദരേഖ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ശബ്ദരേഖയിൽ അതിൻ്റെ വിവരണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ഇതര സംസ്ഥാന തൊഴിലാളിയോട് ചോദിക്കുകയുണ്ടായി, എൻ്റെ മുറി ഹിന്ദിയിൽ കോയി സാധ്യത ഹേ എന്ന് ചോദിച്ചുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ വിക്ടറിക്കുള്ളൊരു സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഷ്കിൽ ഹേ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. പക്ഷേ ആ മുഷ്കിൽ എന്നുള്ളതിനെ മാറ്റിയെടുത്തിരിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട്. എന്തായിരിക്കും എന്താണ് ഈ ഒരു ദിവസം കൊണ്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്? തീർച്ചയായും ബൗളിംഗ് നിരയുടെ പ്രകടനം തന്നെയാണ്. എന്തായാലും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇംഗ്ലണ്ട് നിരയിൽ വാലറ്റത്ത് തന്നെ വലിയ പ്രതിരോധത്തിലെല്ലാം തന്നെ ഇംഗ്ലണ്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെയെല്ലാം തന്നെ മികച്ച രീതിയിൽ ബൗളിംഗ് ചെയ്യാൻ പിടിച്ചു നിൽക്കാൻ ബാറ്റ്മാൻ അവസാന സമയത്ത് അല്ലെങ്കിൽ വാലറ്റത്ത് ബാറ്റ്മാൻമാർക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് അവിടെ ഇംഗ്ലണ്ടിന് തിരിച്ചടിയായത്. ഇന്ത്യൻ ബൗളിംഗ് നിരയ്ക്ക് മുന്നിൽ അവർ പതറി എന്നത് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. ഇതിൽ ബെൻ ഡക്കറ്റ് ഒരു ഭേദപ്പെട്ട പ്രകടനം അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. അതോടൊപ്പം തന്നെ ഹാരി ബ്രൂക്കും അതോടൊപ്പം തന്നെ ജോ റൂട്ടുമാണ് ഒരു പ്രതിരോധം ഇന്ത്യൻ നിരയ്ക്ക് മുന്നിൽ ഒരു സെഞ്ചുറി നേടിക്കൊണ്ട് അവിടെ കാഴ്ചവെച്ചെന്ന് പറയുന്നത്. ഇതിൽ പ്രസിദ്ധ് കൃഷ്ണ ജോ റൂട്ടിനെ പുറത്താക്കുന്നു. അതോടൊപ്പം തന്നെ ആകാശ് ദീപ് ഹാരി ബ്രൂക്കിനെ പുറത്താക്കുന്നു. അവസാന ഇതിലേക്ക് വാലറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഗസ് അറ്റ്കിൻസൺ അവിടെ സിറാജിന് മുന്നിൽ കീഴടങ്ങുന്നു. കൂടാതെ ജോഷ് അവിടെ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് മുമ്പിലും കീഴടങ്ങുന്നു. ആ രീതിയിൽ വാലറ്റത്തെയും തകർത്തുകൊണ്ടാണ് ഈ രണ്ട് താരങ്ങൾ, അതായത് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും തന്നെയാണ് അവിടെ ഒരു മികച്ച രീതിയിൽ ബൗളേന്തി ആ രീതിയിൽ ഇന്ത്യക്ക് മികച്ച വിജയം നൽകിയതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ ജാമി ഓട്ടനും ഒരു വാലറ്റത്ത് ഒരു ചെറിയ ചെറുത്തുകൽപ്പിനെ ശ്രമിച്ചെങ്കിൽ പോലും അവിടെ അതിന് സാധിക്കാത്ത രീതിയിൽ ഇന്ത്യൻ ബൗളർമാർ വരിഞ്ഞു മുറുക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ പോകുന്നു. കൂടാതെ ഈ ഹാരി ബ്രൂക്കിന് പിന്നാലെ വന്ന ആർക്കും വലിയൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെന്ന് തന്നെയാണ് പറയേണ്ടത്. ചെറിയൊരു ചെറുത്തുകൽപ്പ് അടക്കം ജാക്കബ് ബദലടക്കം ഒരു ചെറുത്തുകൽപ്പിന് ശ്രമിച്ചെങ്കിൽ പോലും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെന്ന് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും ഈ രണ്ട് താരങ്ങളും, അതായത് സിറാജിന്റെയും അതോടൊപ്പം തന്നെ പ്രസിദ്ധ് കൃഷ്ണയുടെയും ഒരു പ്രകടനം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഒരു വിജയത്തിലേക്ക് നയിച്ചതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മുഹമ്മദ് സിറാജിനെ സംബന്ധിച്ച് വിദേശ പിച്ചിൽ വളരെ മികച്ച പ്രകടനത്തിലേക്ക് തന്നെ വരുന്നു എന്നതാണ്. ഈ ടെസ്റ്റിൽ ഒന്നാം ഇന്നിംഗ്സിലും രണ്ടാം ഇന്നിംഗ്സിലും ആകെ 9 വിക്കറ്റുകളാണ് മുഹമ്മദ് സിറാജ് നേടിയത്. എന്തായാലും ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിലും പേസ് നിരയിൽ സിറാജിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ ടെസ്റ്റിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയി പറയേണ്ടത്. എന്തായാലും അതോടൊപ്പം തന്നെ പ്രസിദ്ധ് കൃഷ്ണയെ മികച്ച രീതിയിൽ പന്തറിഞ്ഞു. കൂടാതെ ആകാശ് ദീപ് അടക്കമുള്ള താരങ്ങളും മികച്ച രീതിയിൽ പന്തറിഞ്ഞു. എന്തായാലും രവീന്ദ്ര ജഡേജയുടെ സ്പിൻ കുരുക്കടക്കം എന്തായാലും ഈ മത്സരത്തിന്റെ വിജയത്തിൽ നിർണായകമായി. എന്തായാലും എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ മത്സരം സമനിലയിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇംഗ്ലണ്ട് മുന്നിൽ കീഴടങ്ങിയില്ല, സമനിലയിൽ ഈ ടെസ്റ്റ് പിടിച്ചു കെട്ടിയെന്ന് തന്നെയാണ് വിജയത്തോളം ചേർന്ന ഒരു സമനില എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. MS, ഈ മത്സരത്തെ നമ്മൾക്ക് ഓവലിൽ നേടിയിട്ടുള്ള ഈ വിജയത്തെ ഇംഗ്ലീഷിലേക്ക് നമ്മൾക്കൊന്ന് മാറ്റിയാൽ അതൊരു ആവേശത്തിൻ്റെ രീതിയിൽ എന്നാക്കാം, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കാം. WELL വെൽ ഡൺ എന്നതിൻ്റെ വെൽ എന്നുള്ള രീതിയിലും പറയാം. അങ്ങനെ ഓവലിൽ വെൽ ഡൺ ഇന്ത്യ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഓവലിലെ ത്രസിപ്പിക്കുന്ന ഒരു വിജയമാണ് എന്ന് പറയാം. ഈ വിജയത്തിൻ്റെ ചില പ്രത്യേകതകൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യ ഉയർത്തിയത് 374 റൺസ് ആയിരുന്നു. ആ 374 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എടുത്ത ഇംഗ്ലണ്ടിന് അവസാന ദിവസമായിട്ടുള്ള ഇന്ന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 35 റൺസ് മാത്രമായിരുന്നു. 35 റൺസ് ആണ് വേണ്ടിയിരുന്നത്. 6-ന് 339 റൺസ് എന്നുള്ള നിലയിലാണ് അവർ ബാറ്റിംഗ് ആരംഭിച്ചത്. ആ ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് വേണ്ടി പ്രസിദ്ധ് കൃഷ്ണ എറിഞ്ഞ ആദ്യ 2 പന്തുകളും ബൗണ്ടറി കടത്തിക്കൊണ്ടാണ് ജാമി ഓവർട്ടൺ തുടങ്ങിയത്. ആ ജാമി ഓവർട്ടൺ ആ ആദ്യ 2 പന്തുകളും
ബൗണ്ടറി കടത്തിക്കൊണ്ട് തുടങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള ഹൃദയമിടിപ്പ്, ചങ്കിടിപ്പ്, കൈവിട്ടു പോവുകയാണല്ലോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ തൊട്ടടുത്ത ഓവർ നോക്കുക. ആ ഓവറിൽ ജാമി സ്മിത്തിനെ വീഴ്ത്തിക്കൊണ്ട് മുഹമ്മദ് സിറാജ് മത്സരം ആവേശകരമാക്കി കൈപ്പിടിയിലേക്ക് ഒതുക്കുകയാണ് എന്നുള്ള സൂചന നൽകി. 2 റൺസ് മാത്രം എടുത്ത ജാമി സ്മിത്തിനെ തൊട്ടടുത്ത ഓവറിൽ വീഴ്ത്തുകയാണ് മുഹമ്മദ് സിറാജ് ചെയ്തത്. അതോടുകൂടി മത്സരം മറ്റൊരു ഗിയറിലേക്ക് മാറി. പിന്നാലെ 80ാമത്തെ ഓവറിൽ ഓവർടണിനെ 9 റൺസ് എടുത്ത് ഓവർടണിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കിക്കൊണ്ട് സിറാജ് വീണ്ടും ഇന്ത്യയുടെ സാധ്യതകൾ വർദ്ധിപ്പിച്ചു. 11 പന്തുകളാണ് ജോഷ് ടങ് പ്രതിരോധിച്ചത്. ആ ജോഷ് ടങ്ങിന്റെ കുറ്റി 12ാം പന്തിൽ തെറിപ്പിച്ചുകൊണ്ട് പ്രസിദ്ധ് ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ മത്സരത്തെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് ഉയർത്തിയെന്ന് പറയാം. പിന്നാലെ തോളിന് പരിക്കേറ്റ ക്രിസ് വോക്സ് ക്രീസിലേക്ക് വരികയാണ്. ക്രിസ് വോക്സ് ക്രീസിലേക്ക് വന്നു. വോക്സിനെ ഒരറ്റത്ത് നിർത്തിക്കൊണ്ട് ഗസ് ആറ്റ്കിൻസൺ ഇംഗ്ലണ്ടിനെ പിന്നെയും മുന്നോട്ട് നയിക്കാൻ തുടങ്ങി. പക്ഷേ 86ാമത്തെ ഓവർ, ആ 86ാമത്തെ ഓവറിൽ ആറ്റ്കിൻസന്റെ കുറ്റി തെറിപ്പിച്ചുകൊണ്ടാണ് സിറാജ് ഇന്ത്യക്ക് ആവേശജയം സമ്മാനിച്ചത്. KC ഉണ്ണികൃഷ്ണൻ ഇതിനെ കൈവിട്ടു എന്ന് കരുതിയ മത്സരം അവസാന ദിവസം എറിഞ്ഞു തിരിച്ചു പിടിച്ചു എന്നാണോ ഇതിന് നമുക്ക് അവസാനമായിട്ട് ഈ ആവേശം പങ്കുവെച്ചുകൊണ്ട് പറയാവുന്ന ഒന്ന്? കൈവിട്ടു എന്ന് കരുതിയ മത്സരം അവസാന ദിവസം എറിഞ്ഞു തിരിച്ചു പിടിച്ചു, ഇതാണോ അതിനെ പറ്റിയ ഒരു വാക്യം? MS തീർച്ചയായും അങ്ങനെയാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിന് പ്രഹരം ഏൽപ്പിച്ചത് 4ാം ദിവസം ഈ ഹാരി ബ്രൂക്കിന്റെ അതോടൊപ്പം തന്നെ ജോ റൂട്ടിന്റെയും സെഞ്ചുറികൾ, അവർ നേടിയ സെഞ്ചുറികൾ പൊളിച്ച് ഒരു കൂട്ടുകെട്ട് തകർത്തതാണ് ഇന്ത്യയെ സംബന്ധിച്ചൊരു മേൽക്കൈ നേടിയതും അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിന് ഒരു വലിയൊരു പ്രഹരം ഏൽപ്പിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇരുവരും പുറത്തായത് തന്നെയാണ് വലിയൊരു പ്രഹരം ഇംഗ്ലണ്ടിന് ഉണ്ടായതെന്നാണ് പറയുന്നത്. MS സൂചിപ്പിച്ച പോലെ തന്നെ ഈ 86ാമത്തെ ഓവർ തന്നെയാണ് വളരെ നിർണായകമായത്. അവിടെ അറ്റ്കിൻസന്റെ കുറ്റി തെറിപ്പിച്ച സിറാജ് ആ വിക്കറ്റ് ജയത്തിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ഈ ബൗളർമാർ കളിച്ച ഒരു ദിനം തന്നെയെന്ന് നമുക്ക് അവസാനത്തെ ദിവസത്തെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വലിയൊരു സംഭാവന ഈ വാലറ്റത്ത് ഇംഗ്ലണ്ട് നിരക്ക് നൽകാൻ കഴിഞ്ഞില്ല എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. ആ ഓവലിൽ ഒരു പ്രതീക്ഷിച്ചൊരു രീതിയിലുള്ള ഒരു ബാറ്റ് എന്താൻ അവിടെ ഇംഗ്ലണ്ടിന് കഴിഞ്ഞില്ലെന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. ഈ 4ാം ദിവസം വരെ മുൻനിര ബാറ്റ്മാൻമാർ അവിടെ മികച്ച രീതിയിൽ ബാറ്റ് ഏന്തി 2 പേർ ഹാരി ബ്രൂക്ക് അടക്കം ഈ സെഞ്ചുറിയൊക്കെ നേടിയ ആ പിച്ചിൽ അവിടെ വാലറ്റത്തേക്ക് വന്നപ്പോൾ ഒരു ചെറുത്തുനിൽപ്പിന് കഴിഞ്ഞില്ലെന്ന് തന്നെയാണ് ഇംഗ്ലണ്ടിന് വലിയ തിരിച്ചടിയായി പറയേണ്ട ഒരു കാര്യം. എന്തായാലും അവിടെ ഈ മുഹമ്മദ് സിറാജ് തന്നെയാണ് ഏറ്റവും നിർണായകമായ വിക്കറ്റ് വീഴ്ചത്, മത്സരത്തെ ആവേശത്തിലേക്ക് കൊണ്ടുവന്നെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും 80ാം ഓവറിൽ ഓവർടൺ 9 റൺസിന് ഓവർടൺ പുറത്തായത് തന്നെയാണ് അവിടെ ഒരു ടേൺ ഒരു വഴിത്തിരിവായതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ 11 പന്തുകൾ പ്രതിരോധിച്ച് ജോഷ് ടങ്ങിന്റെ കുറ്റി 12ാം പന്തിൽ പ്രസിദ്ധ് കൃഷ്ണ അവിടെ കുറ്റി വീഴുന്നത് അവിടെ നിർണായകമായ രീതിയിൽ ഒരു ആവേശം ജയത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്നതും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അവസാനം സിറാജ് തന്നെയാണ് വിക്കറ്റ് എടുത്തുകൊണ്ട് ഇന്ത്യയെ ആവേശ ജയത്തിലേക്ക് നയിച്ചതെന്നതും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നതാണ് പറയേണ്ടത്. അതിൽ ഋഷഭ് പന്തിനെ പരിക്കേറ്റ് മാറേണ്ട ഒരു സാഹചര്യം, കൂടാതെ ജസ്പ്രീത് ബുംറ കളിക്കാൻ ഇല്ലാത്തത്, ഇതെല്ലാം തന്നെ ഒരു പക്ഷേ എപ്പോഴെങ്കിലും തിരിച്ചടി ആയേക്കുമെന്ന രീതിയിലുള്ള ഒരു ആശങ്കയെല്ലാം തന്നെ ഇന്ത്യൻ ആരാധകർക്ക് ഉണ്ടായിരുന്നു. അവിടെയെല്ലാം തന്നെ മികച്ച രീതിയിൽ ബൗളിംഗ് നിരക്ക് തന്നെ ഒരു വലിയ രീതിയിൽ തന്നെ സംഭാവന നൽകിക്കൊണ്ട് തന്നെ ബൗളിംഗ് നിരയുടെ പ്രകടനം കൊണ്ട് തന്നെ അവിടെ വലിയ വിജയത്തിലേക്ക് പോകാനായി ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയേണ്ടത്. ബാറ്റിംഗ് നിരയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടികളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രകടനം കാഴ്ചവെക്കാൻ താരങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നത് ഒരു നിരാശ ജനിപ്പിച്ച കാര്യം തന്നെയാണ്. പക്ഷേ അവിടെയെല്ലാം തന്നെ ഒരു ചെറുത്തുനിൽപ്പിനെല്ലാം തന്നെ ഈ താരങ്ങൾ ശ്രമിച്ചു എന്നതാണ്. മുൻനിര ബാറ്റ്മാൻമാർ യശസ്വി ജയ്സ്വാൾ അടക്കമുള്ള താരങ്ങൾ ശ്രമിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും വാലറ്റത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബൗളിംഗ് നിരയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ബൗളിംഗ് നിരയുടെ കരുത്ത് കൂടുതൽ വ്യക്തമാക്കിയ ഒരു മത്സരം കൂടിയാണ് ഈ മത്സരം, ഓവൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും 5 മത്സരങ്ങളുടെ ആ പരമ്പര സമനിലയിൽ ഇന്ത്യ പിടിച്ചിരിക്കുന്നു. വളരെ ആവേശകരമായ ഒരു ജയം 5ാം ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചുകൊണ്ട് ആ മത്സരം സമനിലയിലാക്കിയിരിക്കുന്നു. ഇംഗ്ലണ്ടിനെ സമനിലയിൽ കുരുക്കിയിരിക്കുകയാണ് ഇന്ത്യ. MS അതെ, എന്തായാലും ഇംഗ്ലണ്ടിൽ പോയിട്ടുള്ള ഒരു ടെസ്റ്റ് പാസ്സായിരിക്കുന്നു, ആ പരീക്ഷ പാസ്സായിരിക്കുന്നു. സമനിലയുടെ തല ഉയർത്തിപ്പിടിച്ച് വരുന്നു. ഓവലിൽ കൈവിട്ടു എന്ന് കരുതിയ മത്സരം അവസാന ദിവസം എറിഞ്ഞ് പിടിച്ച് തിരിച്ചെടുത്തിരിക്കുന്നു ഇന്ത്യ എന്നുള്ളതാണ്. 5ാം ദിനം ഇംഗ്ലണ്ടിന്റെ അവസാന 4 വിക്കറ്റുകളും എറിഞ്ഞിട്ട ഇന്ത്യക്ക് ആവേശജയമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ പരമ്പരയിലെ നിർണായകമായ 5ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ 6 റൺസിന് കീഴടക്കിക്കൊണ്ട് ഇന്ത്യ പരമ്പര സമനിലയിലാക്കിയിരിക്കുന്നു. 2-2 എന്നുള്ള നിലയ്ക്കാണ് ഈ പരമ്പര ഇന്ത്യ സമനിലയിലാക്കി
സമനിലയാക്കിയിരിക്കുന്നത്. 5 വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് സിറാജും 4 വിക്കറ്റ് വീഴ്ത്തിയ പ്രസിദ്ധ് കൃഷ്ണയും അവിസ്മരണീയമായൊരു വിജയമാണ് ഓവലിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. നേരത്തെ ഹാരി ബ്രൂക്കിൻ്റെയും ജോ റൂട്ടിൻ്റെയും സെഞ്ചുറികളും ഇരുവരുടെയും കൂട്ടുകെട്ടുമൊക്കെ 4-ാം ദിനം ഇംഗ്ലണ്ടിന് മത്സരത്തിൽ വലിയ രീതിയിലുള്ള മേൽക്കൈ സമ്മാനിച്ചിരുന്നു. അവരെ ഇരുവരെയും പുറത്താക്കിക്കൊണ്ട് ഇന്ത്യ ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു. ഇന്ത്യ ഉയർത്തിയ 374 എന്ന റൺസിലേക്ക് ബാറ്റ് എടുത്ത ഇംഗ്ലണ്ടിന് ഓർക്കുക, ഓപ്പണറായിട്ടുള്ള സാക് റോളിയെ 14 റൺസ് എടുത്തു നിൽക്കെ ആദ്യം നഷ്ടമായി. 3-ാം ദിനത്തിലെ അവസാന പന്തിൽ മുഹമ്മദ് സിറാജ് ആ താരത്തെ പുറത്താക്കുകയായിരുന്നു. അതിനോടകം തന്നെ ബെൻ ഡക്കറ്റിനൊപ്പം ഓപ്പണിംഗ് വിക്കറ്റിൽ ക്രോളി 50 റൺസ് ചേർത്തിരുന്നു. തുടർന്ന് 1 വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസ് എന്ന നിലയിൽ 4-ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് അർദ്ധ സെഞ്ചുറി തികച്ച ഓപ്പണർ ബെൻ ഡക്കറ്റിൻ്റെ വിക്കറ്റ് തുടക്കത്തിലെ നഷ്ടമായി. അങ്ങനെ ഇപ്പോൾ ഇതാ ഓവലിൽ നിന്ന് വലിയ വിജയത്തിൻ്റെ വാർത്ത വന്നെത്തിയിരിക്കുന്നു. സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. ഓവലിൽ വലിയ വിജയം നേടിയിരിക്കുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇന്ത്യക്ക് അഭിമാന നിമിഷം.